മണ്ണാർക്കാട് നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് ഡിസ്ട്രിക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ പ്രസിഡന്റ് കെ പ്രേംകുമാർ MLA നേതൃത്വത്തിൽ സൂപ്രണ്ടിന് നിവേദനം കൈമാറി. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് മണ്ണാർക്കാട് സ്റ്റാൻഡ് മാറിയതായി കെ പ്രേംകുമാർ ആരോപിച്ചു. ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം വേഗത്തിലാക്കുക, ശുചിമുറികളുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസ്ട്രിക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ മണ്ണാർക്കാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി. കെ പ്രേംകുമാർ MLA നഗരസഭയിലെത്തി സൂപ്രണ്ട് VN കാളിദാസിന് ഇതു സംബന്ധിച്ച നിവേദനം കൈമാറി. ശുചിമുറിയുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ നഗരസഭ അതിൽ പറയുന്നതിൽ ഒരു യഥാർത്ഥ ന്യായമില്ല. കാരണം ഒരുപാട് ഓൺ ഫണ്ടൊക്കെ ഉള്ള ഒരു നഗരസഭയത്. ഒരു ടോയ്ലറ്റിന്റെ നിർമ്മാണമൊക്കെ വേഗതയിൽ നടത്താൻ നഗരസഭ വിചാരിച്ചാൽ പറ്റും. പദ്ധതി മറക്കാതെ ആളുകൾക്ക് അസുഖം വരില്ല. വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്. അപ്പോൾ അതൊന്ന് അടിയന്തരമായിട്ടൊന്ന് ഇടപെടുന്നു. ഇതിനു മുമ്പ് ഈ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി മുമ്പൊക്കെ വിളിച്ചിരുന്നു. അത് ഞങ്ങളെ ഉൾപ്പെട്ടിരുന്നു. നമ്മളെ സെക്രട്ടറി എന്നതിലേക്ക് ഞങ്ങളെ ഉൾപ്പെട്ടിരുന്നു. സെക്രട്ടറി പ്രസിഡന്റ് ഞങ്ങളൊക്കെ ഉൾപ്പെട്ടിരുന്നു. ഇപ്പൊ ആ ഒരു സംവിധാനം കാണാറില്ല. അത് ഗൗരവമായി കണ്ടിരുന്നു. നമുക്ക് പറയാനുള്ള വേദി പോലീസായാലും MV ആയാലും ഇവിടെ പറയാനുള്ള വേദി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ടോ? ഈ നിർദ്ദേശങ്ങളെ കുറിച്ചുള്ള ഈ പൊതുവെയുള്ള വിഷയങ്ങൾ സംസാരിക്കണം. അതിൽ ഘടന വെച്ചിട്ട് ഈ വിളിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വിളിച്ചാൽ കൂടുതൽ ഓരോ യോഗം ജനാധിപത്യപരമാവും. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളൊന്നും പറയാനും വിമർശനങ്ങൾ സൂചിപ്പിക്കാനും ലക്ഷക്കണക്കിന് യാത്രക്കാർ ദിവസേന ആശ്രയിക്കുന്ന സ്റ്റാൻഡിൽ പേരിനു മാത്രമുള്ള 2 ചെറിയ പെട്ടി റൂമുകളാണ് ടോയ്ലറ്റായി പ്രവർത്തിക്കുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഇവ വൃത്തിഹീനമാണ്. നിലവിൽ സ്റ്റാൻഡിൽ കയർ കെട്ടി തിരിച്ച് സർവീസുകൾ തടസ്സപ്പെടുത്തുന്ന രീതി ഒഴിവാക്കണമെന്നും ബസ്സുകൾ സുരക്ഷിതമായി കയറ്റിയിടാനും യാത്രക്കാർക്ക് കയറാനുമുള്ള കൃത്യമായ സൗകര്യം ഒരുക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. അവിടെ ആകെ 2 പെട്ടി ടോയ്ലറ്റാണുള്ളത്. ബസ്സിലെല്ലാം പണിയെടുക്കുന്ന ആളുകൾ, ഞാൻ പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെ സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഇവിടെ വന്നത്. അവർക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് സമയമാണ് കിട്ടുക. അത് യാത്രക്കാർ 2 ടോയ്ലറ്റിൽ പോയാൽ പോകാൻ പറ്റില്ല. നിലവിലുള്ള 2 ടോയ്ലറ്റിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ ആളുകളൊന്ന് പോയി നോക്കിയാൽ കാണാൻ പറ്റും. അത്രമാത്രം ശോചനീയമായിട്ടുള്ളൊരു സാഹചര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ബസ് സ്റ്റാൻഡിൻ്റെ പണി എഴഞ്ഞു നീങ്ങാണ്. എന്നാണ് ഈ പണി പൂർത്തീകരിക്കാനാവുക? ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ? മഴ നനയാതെ ഈ നല്ല മഴക്കാലമാണ്. പകർച്ചപ്പനി 7 തരം പനിയാണ് ഇപ്പോൾ. ആളുകളാകെ പ്രയാസപ്പെട്ട് നിൽക്കുക. ഇവിടെ കുടയില്ലാത്ത ഒരാൾക്ക് ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഞങ്ങളിവിടെ തൊഴിലാളി സംഘടനയാണെങ്കിലും ആയിരക്കണക്കിന് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം വേണ്ടിയാണ് ഞങ്ങളിവിടെ ഒരു നിവേദനം നൽകിയിട്ടുള്ളത്. നേരത്തെ തൊഴിലാളികൾ എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു നിവേദനം നൽകിയത്, അതിനെയൊന്നും ആ നിലയിൽ മുഖവിലക്കെടുക്കാൻ നഗരസഭാ അധികൃതർ തയ്യാറാകുന്നൊരു സ്ഥിതി ഉണ്ടായില്ല. മറ്റൊന്ന്, ഇവിടെ കയറ് കെട്ടി തിരിച്ചിരിക്കുകയാണ്. എന്തിനാണ് കയറ് കെട്ടിയെന്ന് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം നടക്കണം, അല്ലെങ്കിൽ ഈ കെട്ടിയ കയറ് മാറ്റി ബസ് തിരിക്കാനും അതുവരെ ആളുകൾക്ക് വെയിലും മഴയും കൊള്ളാതെ നിൽക്കാനുള്ളൊരു ക്രമീകരണവും നഗരസഭയോടെ ഏർപ്പാടാക്കണ്ടേ? അതിനൊക്കെ കഴിയാത്ത നഗരസഭയാണോ? വലിയ സംഖ്യ ഓൺ ഫണ്ടായി ലഭിക്കുന്ന ഒരു നഗരസഭയല്ലേ? ഞങ്ങളിവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചേരിതിരിവോ അല്ലെങ്കിൽ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നവുമായിട്ട് ഇതിനെ കാണുന്നില്ല. നഗരസഭാ അധികൃതരുടെ അതിന് നേതൃത്വം നൽകുന്നവരുടെ പിടിപ്പുകേടും കഴിവുകേടുമായിട്ടേ നമുക്കിതിനെ കാണാൻ പറ്റൂ. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു ഉയർന്ന ജാഗ്രതയും ശ്രദ്ധയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി ഒരു ജനാധിപത്യ രീതിയിൽ അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് DMTU ജില്ലാ കമ്മിറ്റിയുടെ അനുമതിയോട് കൂടിയിട്ട് ഡിവിഷൻ കമ്മിറ്റിയോട് ഒരു നിവേദനം കൊടുത്തിരിക്കുകയാണ്. ഡിവിഷൻ ഭാരവാഹികളുണ്ട്. CCN മണ്ണാർക്കാട്.